അതല്ലേ അബദ്ധം പറ്റിയത്. ഇനി ഞാൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ പറയുന്ന ഒരു വാചകം പണ്ഡിതന്മാർക്ക് വേണ്ടി കേൾപ്പിക്കുകയാണ്. ശരിക്ക് കേട്ടോ. ഒരു അള്ളാന്റെ റസൂലിന്റെ തിരുകേശമാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി, അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ എന്താ പറയുന്നത് നോക്കിക്കോളി. വസൂല റഹിമഹുല്ലാഹ് അൻ ശഖ്സിൻ ഇൻദഹു ശഅറത്തുൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ പറ്റി ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടികളിൽ നിന്ന് ഒരു മുടിയുണ്ട്. അലാമാ ഖീല, പറയപ്പെട്ടതനുസരിച്ച്. സെനതൊന്നുമില്ല കേട്ടോ, സെനതൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. വസ്തമറത്ത് ഇൻദഹു, അത് അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിലനിന്ന് വരുന്നു. യസൂറുഹന്നാസു ഫീ ബൈതിഹി, മനുഷ്യന്മാര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അത് സിയാറത്ത് ചെയ്യുന്നു, സന്ദർശിക്കുന്നു. ഫഅജാബ, ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ മറുപടി. ആ മുടിയെ കുറിച്ച് വിവാദ കേസെന്ന് പറയാൻ പറ്റുമോ? ഇബ്നു ഹജർ തങ്ങളെ ഇബാറത്ത് നോക്കി. എന്താ പറഞ്ഞത്? ഹാദിഹി സഅറത്തു ശരീഫ, ഈ വന്യമുടി, ഈ ബഹുമാനമുള്ള മുടി, ലാ തൂറസു, അത് അനന്തരമെടുക്കപ്പെടൂല. വലാ ലക്കു, ഒരാൾ കൊടമാവകാശമായിട്ട് വരികയില്ല. വലാ തഖ്ബലു ഖിസ്മതൻ, അത് ഓഹരി ചെയ്യാനും പറ്റൂല. അപ്പൊ കണ്ടോ, അലാമാ ഖീല, ഒരു ഖൗലല്ലേ ഉള്ളൂ റസൂലുള്ളാഹിന്റെ മുടിയാണ്, അതുകൊണ്ട് എതിർത്തോളീന്നാ പറഞ്ഞത്. കണ്ടോ, ഇതെന്താ ദുറുൽ കാമിൽ ഇബ്നു ഹജർ അസ്ഖലാനി. علي بن محمد بن الحسن الخلاط الحنفي علم الدين، وكان يزعم أيضا أن عنده من سعره صلى الله عليه وسلم وتفقه واستقل وتقدم ودرس بالظاهرية. 708 വഫാത്തായിപ്പോ ഒരു പണ്ഡിതന്റെ ചരിത്രം പറയാണ്, മൂപ്പരടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടിയുണ്ട് എന്ന് മൂപ്പര് പറയാറുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് കിതാബൊക്കെ രചിച്ചിട്ടുണ്ട്. സനദില്ല, പക്ഷേ ആ പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറയാറുണ്ട്. ദുററുൽ കാമിന, അതേ 3-ാം വാള്യം 101-ാം പേജ്. വേറൊരു സംഭവം, അതെന്താ? وحضر مجالسهم وكذا لقي غير واحد من الصالحين ووقع له مع بعضهم غرائب وكرامات اندفع بها وعطاه شخص منهم يسمى بالجمال الشيرازي شعرة تنسب للنبي صلى الله عليه وسلم وقال إنها عنده. ആ പണ്ഡിതൻ ഒരുപാട് കറാമത്തും മഹത്വക്കുള്ള സാലിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ആ മഹാപണ്ഡിതൻ അരി മുഹമ്മദ് ബിൻ ഉമർ അസ്സമിൻ എന്ന് പറയുന്ന പണ്ഡിതൻ. ആ പണ്ഡിതനെ പറ്റി പറയാണ്, നല്ല മനുഷ്യന്മാരിലുള്ള ഒരാൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബീർ ജമാൽ അസ്സിറാസി. എന്താ കൊടുത്തത്? ഷഅറതൻ തുൻസബു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി. മഹാനവറുകൾ വേണ്ടെന്നാ പറഞ്ഞത്. ഭാഗ്യവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആണ് എന്നുള്ള നിലക്ക് അദ്ദേഹം ബഹുമാനിക്കുകയല്ലേ ചെയ്തത്. കിതാബാ വായിക്കുന്നത്. ഇനിയും വായിക്കട്ടെ. മുസ്നദ് അബീ യഅല. ഇതെന്തിനാ വായിക്കുന്നതെന്നറിയോ? ഒരു മുടി, 2 മുടി 10. ആരാ പറഞ്ഞു 10 മുടിയേ പറ്റുള്ളൂ? ആരാ പറഞ്ഞു 100 മുടിയേ പറ്റുള്ളൂ? വലിയോപ്പൻ എന്താ പറയുന്നത് നോക്ക. ഫഖാല ഇഅ്തമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഉംറ ചെയ്തു. ഫഹലഖ റഅസഹു, മുടി കളഞ്ഞു. ഫബ്തദറന്നാസു ബിശഅറഹു, ജനങ്ങളിങ്ങനെ ആ മുടിക്ക് വേണ്ടി തിരക്കൂട്ടുണ്ട്. ഫസബഖ്തുഹും ഇലാ നാസിയതിഹി, അപ്പോൾ ആ മൂർധാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ മുടിക്ക് ഞാൻ മുൻകളന്നു. തിരക്കിയിട്ട് ഒരു ഭാരിൽ ഞാൻ വാരി ആ മൂർധാവുള്ള മുടിയൊക്കെ എനിക്ക് കിട്ടി. മൂർധാവ് മുഴുവനും നിറഞ്ഞു കിടക്കുന്ന മുടിക്ക് എത്ര എണ്ണം ഉണ്ടാവും എന്ന് പറ. അത് തീർത്തും ഭാര്യയും കെടുത്തുകാര് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ 2 കെട്ടിട്ട് എന്നിട്ടാ പേടിപ്പിക്കുന്നത് ഞങ്ങളെ? അത് 2 കെട്ടായിക്കൂടെ? 3 കെട്ടായിക്കൂടെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഹുദൈബിയ സന്ധി അവിടെ പോയിരുന്നപ്പോ അവിടുന്ന് മുടി കളഞ്ഞു. മുടി അമ്മാർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? മുടി കളഞ്ഞിട്ട് അല്ലാഹു റസൂൽ സ്ഥലത്ത് വെച്ചു. അങ്ങനെ തന്നെ പോയിട്ട് ഒരൊറ്റ ഭാരലേക്ക് ഭാര്യതാ. എത്ര കെട്ടുണ്ടാവും അത്? നിങ്ങൾ ഇത്തരം വിഷയം കൈകാര്യം ചെയ്ത് സമസ്തന്റെ പേരും പറഞ്ഞിട്ടു. സമസ്ത വലിയ പണ്ഡിത